നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മോഹൻലാൽ നായകനായി വന്ന തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ വന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ സിനിമ കാണുന്നത് 11 മണിക്കുള്ള ഷോയാണ്. കാലടി ജവഹറിലാണ് പടം കാണുന്നത്. അതിനൊരു കാരണമുണ്ട്, അതും കൂടി പറയാം. ഈ ഒരു സിനിമ ഞാൻ ഇന്നലെയൊക്കെ വലിയ ഒരു തിരക്കും ഭയങ്കര ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബുക്ക് ചെയ്യാനായിട്ട് ഇന്ന് കാലത്ത് നോക്കുന്ന സമയത്ത് ഈ ഏരിയയിലെ എല്ലാ തിയേറ്ററിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാം തന്നെ ഹൗസ്ഫുള്ളാണ്. ഒരു ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങൾ കാലടിക്കാർക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കാലടിയിൽ ജവഹർ എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഏത് പടം, ഇപ്പോൾ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ആരുടെ പടമായാലും ഫസ്റ്റ് ഡേ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേരും കൂടി ചെന്നാൽ മാത്രമാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അവിടെ പടം ഓടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജവഹറിൽ പോയി ടിക്കറ്റ് കിട്ടി പടം സ്വസ്ഥമായിട്ടിരുന്ന് പടം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. വേറെ ഒരാളുടെയും റിവ്യൂസോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ശരിയായാലും തെറ്റായാലും അത് എന്റെ മാത്രം അഭിപ്രായമാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നു. തുടരും എന്ന് പറയുന്ന സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. മോഹൻലാലിന്റെ നാടൻ വേഷങ്ങൾ, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം, ബാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം, മറ്റേ നമ്മുടെ മുരുകൻ കഥാപാത്രം, ഇങ്ങനെ മുള്ളംകൊല്ലി വേലായുധൻ കഥാപാത്രം, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ നാടൻ വേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു മോഹൻലാൽ ആരാധകർക്കും ഏതൊരു സാധാരണക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തുടരും എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. ഓക്കെ, ഈ സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് തുടരും എന്ന് പറയുന്ന സിനിമ 2 ഭാഗങ്ങളായിട്ട് തന്നെ പൂർണ്ണമായിട്ടും തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. സബ്ജക്ട് ആ രീതിയിലാണ് പോകുന്നത്. ഒന്നാം ഭാഗത്തിൽ, അതായത് ഫസ്റ്റ് ഹാഫിൽ പൂർണ്ണമായിട്ടും ഒരു സിനിമ, ഒരു ഫാമിലി എന്റർടൈനർ, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, അച്ഛനമ്മ കുട്ടികൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കളിതമാശ കാര്യങ്ങളിലൂടെ വളരെ മനോഹരമായിട്ടും തന്നെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് പടം മുന്നോട്ട് പോകുന്നത്. ആ ഒരു കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളായാലും ചെറിയ ചെറിയ ടെൻഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ചെറിയ ചെറിയ വീട്ടിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് തന്നെ മോഹൻലാലിന്റെ ചില കഥാപാത്രങ്ങളെ ട്രോളുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒട്ടും ഏച്ച് കെട്ടാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ലിങ്കായിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു സിനിമ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഒരു നായക കഥാപാത്രത്തെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു ഘട്ടത്തിലാണ്. എങ്കിൽ മാത്രമേ ആ നായകൻ അനുഭവിക്കുന്ന ടെൻഷൻസ് ആയാലും സന്തോഷമായാലും നമുക്ക് കണക്ട് ആവാൻ പറ്റുകയുള്ളൂ. ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ടിൽ തന്നെ, മോഹൻലാലിന്റെ ആദ്യത്തെ ഷോട്ടിൽ തന്നെ, സിനിമയുടെ ആദ്യത്തെ ഷോട്ട് എന്നല്ല പറഞ്ഞത്, മോഹൻലാലിനെ കാണിക്കുന്ന ആദ്യത്തെ ഷോട്ടിൽ തന്നെ മോഹൻലാലിലേക്ക് നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം നമ്മുടെ കുടുംബമായിട്ട് മാറുന്നു. അവിടെ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ഇതും കാര്യങ്ങളെല്ലാം നമ്മുടേതായിട്ട് പോകുന്നു. എല്ലാം രസകരമായിട്ട് പോകുന്നു. ഫാമിലി, കൂട്ടുകാരെല്ലാം നല്ല രസകരമായിട്ട് ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള നല്ല വിഷ്വൽസ് എല്ലാം ടെക്നിക്കൽ എല്ലാം പെർഫെക്റ്റ്. ഇന്റർവെല്ലോടടുത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ചേഞ്ച് വരുന്നുണ്ട് പടത്തിനകത്ത്. ഒരു ചെറിയ ഒരു ചേഞ്ച് ഈ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ അയാളുടെ ലൈഫിലൊക്കെ, നമ്മുടെയൊക്കെ ലൈഫിലൊക്കെ പലപ്പോഴും സംഭവിക്കാവുന്ന, നമ്മുടെയൊക്കെ കാറൊക്കെ പലരും കൂട്ടുകാരൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിലൊക്കെ ഒരു പക്ഷെ സംഭവിക്കാവുന്ന ഒരു സംഭവം ആ ഒരു കഥാപാത്രത്തിലും സംഭവിക്കുന്നു. അവിടുന്ന് ഒരു ടോട്ടലി സിനിമ അവിടെ നിന്ന് മാറുകയാണ്. ഏകദേശം ആ ഒരു പോയിന്റിൽ തന്നെ ഒരു ഇന്റർവെല്ലും വരുന്നുണ്ട്. ഇന്റർവെല്ലിന് ഇറങ്ങുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അവരുടെ അഭിപ്രായം വരിക. നല്ല ഹാപ്പി ആയിട്ടായിരിക്കും അവർ ഇറങ്ങി വരിക. ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടോട്ടലി ആദ്യം കണ്ട ഭാവങ്ങളുമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് ആ ഒരു ഹാപ്പി മൂഡിലുള്ള ഒരു സിനിമയേ അല്ല. പിന്നീട് വരുന്ന ടെൻഷന്റെ വേറെ ലെവല് സാധനമാണ്. അതേമാതിരി തന്നെ മാസിന്റെയും വേറെ ലെവല് സാധനമാണ് വരുന്നത്. മാസ് എന്ന് പറയുമ്പോൾ മറ്റേ ഗംഭീരമായിട്ടുള്ള അടി പ്രതീക്ഷിക്കരുത്, ആ ഒരു സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അതിങ്ങനെ കിഡിലിനായിട്ട് അടിച്ച് തന്നെ വരുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ വില്ലന്മാരും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ട് തന്നെ നിരത്തി പടം നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്.
ടൈലൻഡിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് വന്നില്ല. കാരണം അത് ആ പോയിന്റിൽ വെച്ച് വില്ലന്മാരെ തീർക്കുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് നിർത്തുവാണെങ്കിൽ ബാക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്കവിടെ ഊഹിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വിധി കൂടി കാണിക്കുന്നത് നമുക്ക് അത്രയും കൂടെ എനിക്ക് പേഴ്സണലി അത്രയും കൂടെ ദഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ആ സിനിമയിൽ ആ പോയിന്റ് ഒഴിച്ചെന്ന് പറഞ്ഞാൽ അതൊരു മോശം സാധനമല്ല, റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ ഒരു പോയിന്റ് വരെ കിടിലൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കിടിലൻ ഐറ്റം നമ്മളെ ആ ത്രില്ലർ മൂഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാസ് മൂഡിലേക്ക് നമ്മളെ ഇതേ കഥാപാത്രം തന്നെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ഫാമിലിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അതേ കഥാപാത്രം തന്നെ, ബെൻസ് എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. ആ ഒരു ബെൻസ് എന്ന് പറയുന്ന ആ വ്യക്തി നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നല്ല എ ക്ലാസ് സിനിമ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, ഫാമിലിക്ക് വേണ്ടിയുള്ള സിനിമ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമുക്കിതിനെ എടുത്തു വെക്കാം. ഫാമിലി അല്ലാതെ യൂത്തന്മാർക്ക് കാണാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്തന്മാർക്കും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് ഈ മാസ് അടി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ലൂസിഫറിൽ കാണിക്കുന്ന പോലുള്ള മാസ് ഐറ്റംസ്, കുറെ ഹെലികോപ്റ്റർ പറക്കുന്നതൊന്നും ഇല്ല ഇതിനകത്ത്. കുറെ തുമ്പി പറക്കുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ കാർ എന്ന് പറയുന്ന നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ട്രെയിലറിലൊക്കെ കാണുന്ന ആ ട്രെയിലർ കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. പക്ഷെ ട്രെയിലറിന്റെ എൻഡിൽ തുടരുമെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെക്കൻഡ് ഹാഫിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്. ആ ഒരു സാധനമാണ് സിനിമ. ഒരു രക്ഷയില്ലാത്ത സംഭവം എന്ന് തന്നെ പറയാം. വലിയ ഒരു ഹിറ്റായി മാറാൻ പോകുന്ന മലയാളത്തിലെ അടുത്തൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൂടെ, അതായത് കളക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൂടെ പറയാം. ഇനി ഇതിന്റെ സംവിധായകനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്നൊക്കെ അദ്ദേഹം തന്നെ പല വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഫാൻ ബോയ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ നടന്മാരുടെയും കാര്യങ്ങളിലൊക്കെ നടക്കാറുണ്ട്. ആ ഒരു സംഭവം അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ട് മോഹൻലാലിന്റേതായിട്ടുള്ള ചെറിയ മാനറിസങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇദ്ദേഹവും ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ വിട്ടിട്ട് ആ ഒരു സിനിമയുടെ സബ്ജക്റ്റിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ ഈ ഫാൻ ബോയ് സംഭവം കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സിനിമേനെ നമ്മൾ ദൃശ്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തുണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ കൃത്യമായിട്ട് നമുക്ക് ഈ സിനിമ നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ പോകുന്ന വമ്പൻ വിജയത്തിന്റെ ഒരു വലിയ ഒരു ഉദാഹരണവും പറയേണ്ടി വരുന്നു. നല്ല ഒരു ദൃശ്യവുമായിട്ട് നമുക്ക് സാമ്യം പറയാവുന്ന, സാമ്യമല്ല ആ ഒരു മൂഡുമായിട്ട് സാമ്യം പറയാവുന്ന, അതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ, അതുമായിട്ട് ആ ഒരു കഥയേ അല്ല. പക്ഷെ ആ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൂഡുണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഫാമിലിയൊക്കെ കാണിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റേ പയ്യനെ കൊല്ലുന്നു, പിന്നീട് അത് വെച്ചിട്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത് മറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് കുടുംബത്തെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് വരുന്നില്ല. കാരണം കുടുംബം അവിടെ സേഫ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ആ പറഞ്ഞ മാതിരി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നീട് ആ ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ഒരു സംഭവം, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. മോഹൻലാലിന്റെ ആ സമയത്തുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് നമുക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇവന്മാരെ എങ്ങനെയെങ്കിലും തീർത്തേ മതിയാവൂ എന്ന് പ്രേക്ഷകർക്കും തോന്നുന്ന ഒരു ഘട്ടം തന്നെയാണ് ആ ഒരു സംഭവം. അത് മോഹൻലാൽ തിരിച്ചറിയുന്ന ആ ഒരു സംഭവം. അവിടെ തന്നെ നമ്മൾ ആ കഥാപാത്രത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമ കണ്ടിറങ്ങുന്നവർക്കും വലിയ ഒരു ഹാപ്പി ആയിരിക്കും എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നത്. സംവിധായകനെ കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. നല്ല തിരക്കഥ, അതുപോലെ തന്നെ വിഷ്വൽസ് ഗംഭീരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചെവി അടിച്ചു പോകുന്ന മാതിരിയുള്ള ഒരു, അതെന്തിനാണ് ഇപ്പോൾ എല്ലാ സിനിമകളിലും അത് കാണുന്നുണ്ട്. അത് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണോ? ഒരു പ്രേക്ഷകനും ഇഷ്ടമല്ല ഈ ഇത്രയും ലഹള ഉണ്ടാക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഭയങ്കര വോളിയം കൂട്ടി വെച്ചാൽ പ്രേക്ഷകർ അത് അത്ര അങ്ങോട്ട് ഹെവി ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതുപോലുള്ള ഒരു മൂഡിലുള്ള ഒരു സിനിമയ്ക്ക് അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ഒരു മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അരോചകത്വം ഉണ്ടാകുമെന്നുള്ളത് ഈ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഓർക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇനി അതല്ല ആർക്കും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ വായിക്കുന്നത് കൊണ്ട് തന്നെ കമൻറ്റുകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.